ചിതലുകൾ പൊതുവെ എല്ലായിടത്തും കാണുന്ന ഒരു ഷഡ്പദമാണ് ചിതൽ. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും പോലെ നിരവധി എണ്ണം വലിയ കോളനിയായി കഴിയുന്നു. മനുഷ്യൻ പൊതുവെ ചിതലിനെ ശല്യമുണ്ടാക്കുന്ന ഒരു കീടമായാണ് കാണുന്നതെങ്കിലും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളാണിവ. ഒരു സാധാരണ കോളനിയിൽ പ്രായപൂർത്തി എത്താത്തവ, ജോലിക്കാർ, പട്ടാളക്കാർ, പ്രത്യുൽപാദന ശേഷിയുള്ളവർ, രാജ്ഞി എന്നിവരാണുണ്ടാവുക. പറക്കാൻ ശേഷിയുള്ള ഇണ ചേർന്ന് മുട്ടയിടുന്ന പെൺചിതലിനെ രാജ്ഞി എന്ന് വിളിക്കുന്നു. ഇണചേരാൻ കഴിവുള്ള രാജ്ഞിയുടെ സമീപത്തു തന്നെയുള്ള പറക്കാൻ കഴിവുള്ള ആൺചിതലിനെ രാജാവ് എന്നും വിളിക്കാറുണ്ട്. ഒരു കോളനിയിലെ ഭക്ഷണ സമ്പാദനം, ഭക്ഷണ സംരക്ഷണം, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, കൂടിൻ്റെ പരിപാലനം തുടങ്ങിയവ ചെയ്യുന്ന അംഗങ്ങളെ ജോലിക്കാർ എന്ന് വിളിക്കുന്നു. പട്ടാളക്കാർ ആക്രമണങ്ങളെ നേരിടാൻ ശാരീരികവും സ്വഭാവപരവുമായ പ്രത്യേകതകൾ ഉള്ള ചിതലുകൾ ആണ് പട്ടാളക്കാർ. ബലമേറിയവയും ഉറച്ച ശരീരവുമാണ് ഇവർക്കുള്ളത്. വളരെ നേർത്ത പാതകൾ അടച്ചു സംരക്ഷിക്കുന്നതിനായി തങ്ങളുടെ വലിയ തലകൾ ഉപയോഗിച്ച് വഴി അടച്ച് സൂക്ഷിക്കുന്നു. പറക്കാൻ ശേഷിയുള്ള ചിതലുകൾ കോളനിയുടെ വലിപ്പം വല്ലാതെ വർദ്ധിക്കുമ്പോൾ പുതിയ കോളനി ഉണ്ടാക്കാനായി കൂട് വിട്ട് പുറത്തിറങ്ങാറുണ്ട്. ഇവയെ ഈയലുകൾ അഥവാ ഈയാംപാറ്റകൾ എന്ന് വിളിക്കുന്നു. ചിതലുകൾ തങ്ങളുടെ കോളനി സ്ഥാപിക്കുന്നത് മണ്ണിലോ വീണുകിടക്കുന്ന മരത്തിലോ മരത്തിൻ്റെ മുകളിലോ ആയിരിക്കും. കൂട് സാധാരണയായി ഇടുങ്ങിയ വഴികൾ ഉള്ളതും എന്നാൽ വായുവിൻ്റെ ഗമനാഗമനവും താപനിലയും എല്ലാം കൃത്യമായി പരിപാലിക്കപ്പെടുന്നവയുമാവും. മണ്ണ്, മണൽ, സസ്യങ്ങളുടെ ഭാഗങ്ങൾ, പശിമയുള്ള ശരീരസ്രവങ്ങൾ എന്നിവയെല്ലാം കൂട് നിർമ്മാണത്തിന് ചിതലുകൾ ഉപയോഗിക്കുന്നു. രാജ്ഞിയുടെയും രാജാവിൻ്റെയും സ്ഥാനം കൂടിൻ്റെ മധ്യഭാഗത്തായി സുരക്ഷിത അറയിലായിരിക്കും. സാധാരണ മണ്ണിനടിയിലാണ് കൂട് നിർമ്മിക്കാറെങ്കിലും ചിലപ്പോൾ അവ മണ്ണിന് പുറത്തേക്ക് ഉയർത്തി നിർമ്മിക്കാറുണ്ട്. ഇവയെ ചിതൽപ്പുറ്റുകൾ എന്ന് വിളിക്കുന്നു. രാമായണത്തിൻ്റെ രചയിതാവായ വാൽമീകിയുടെ ശരീരം തൻ്റെ തപസ്സിനിടെ ചിതൽ മൂടി ചിതൽപ്പുറ്റുണ്ടാക്കിയെന്ന് ഐതിഹ്യമുണ്ട്. സസ്യഭാഗങ്ങളാണ് ചിതലുകളുടെ പ്രധാന ഭക്ഷണം. പാരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുള്ള ജീവിയാണ് ചിതലുകൾ. മരങ്ങളുടെ വിഘടനവും മണ്ണ് നിർമ്മാണവും നേരിട്ട് നടത്തുന്നതിനു പുറമേ അസംഖ്യം ജീവികൾക്ക് ഇവ ഭക്ഷണവുമാണ്. ആയുർവേദത്തിൽ ചിതൽപ്പുറ്റിലെ മണ്ണ് ഔഷധമായി ഉപയോഗിക്കുന്നു. സാധാരണയായി ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു.